ഫേമസ് ആയ ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് പാത്ത്സ് ടു യുവർ ഡെസ്റ്റിനേഷൻ, ചൂസ് യുവർ ഓൺ പാത്ത് എന്ന്. ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് വഴികളുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വഴി തിരഞ്ഞെടുക്കുന്നിടത്താണ് വിജയം എന്ന്. ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴും വളരെ പ്രസക്തമായൊരു വാചകമാണിത്. ഇൻവെസ്റ്റിങ്ങിലൂടെ നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പല തരത്തിലുള്ള മാർഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടേതായ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് അതൊരു സക്സസ്ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന 5 ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം. തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ബെറ്റർ ഇൻവെസ്റ്റർ ആക്കാനും വെൽത്ത് ജനറേറ്റ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് നല്ല കോണ്ടന്റ്സ് നമ്മൾ ഈ ചാനലിലൂടെ ഓരോ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ സ്ട്രാറ്റജി, വാല്യൂ ഇൻവെസ്റ്റിംഗ്. ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ആ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയർ പ്രൈസ് എപ്പോഴും അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിന് ഈക്വൽ ആകണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഷെയർ പ്രൈസ് നോക്കിയിട്ടല്ല ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ശരിയായ മൂല്യം നമ്മൾ കണക്കാക്കേണ്ടത്. അതിനുവേണ്ടി ചില വസ്തുതകൾ, ഫാക്ട്സ് എടുത്തു നോക്കി നടത്തുന്ന ഒബ്ജക്റ്റീവ് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരു സ്റ്റോക്കിൻ്റെ ബിസിനസ് മോഡൽ എന്താണ്, അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയാണ് നടന്നു പോകുന്നത് തുടങ്ങിയ ക്വാളിറ്റേറ്റീവായ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ അറിയാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, ക്യാഷ് ജനറേറ്റിംഗ് എബിലിറ്റി തുടങ്ങിയ ക്വാണ്ടിറ്റേറ്റീവായ മെഷറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും നമ്മൾ വിശകലനം ചെയ്യേണ്ടി വരും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. താൽക്കാലികമായ പല കാരണങ്ങൾ കൊണ്ട് ഈ വാല്യൂയേക്കാൾ കുറഞ്ഞ വാല്യൂ മാത്രമേ ചിലപ്പോൾ മാർക്കറ്റിൽ ആ സ്റ്റോക്കിന് ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ശരിയായ മൂല്യത്തേക്കാൾ കൂടുതൽ വിലയും ഉണ്ടായിരിക്കാം ആ സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസിന്. ഇനി വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് പറയാം. മാർക്കറ്റിൽ യഥാർത്ഥ മൂല്യത്തേക്കാൾ അഥവാ ഇൻട്രിൻസിക് വാല്യൂവിനേക്കാൾ കുറഞ്ഞ ഷെയർ പ്രൈസ് കാണിക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാലക്രമേണ ഷെയർ പ്രൈസ് ആ സ്റ്റോക്കിൻ്റെ യഥാർത്ഥ വാല്യൂവിലേക്ക് ഉയർന്നു വരുമ്പോൾ മികച്ച റിട്ടേൺസ് ഉണ്ടാക്കാം എന്ന ലോജിക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. വാറൻ ബഫറ്റിൻ്റെ ഒരു റിമാർക്ക് ഇവിടെ പ്രസക്തമാണ്. ബൈയിങ് എ ഡോളർ ഫോർ 50 cents, അതായത് 50 പൈസ കൊടുത്ത് ₹1 വാങ്ങുക. ഇതാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ സ്പിരിറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന ഒരു കമ്പനിയുടെ ഷെയർ 1000 rupees വില മതിക്കുന്ന ഒന്നാണെന്ന് വിചാരിക്കാം. അതായത് ആ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 1000 rupees വരും. ആ കമ്പനിയെക്കുറിച്ച് വിശദമായി പഠിച്ചപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിൽ 500 to 600 rupeesനിടയിൽ അവൈലബിൾ ആകുമ്പോൾ അപ്പോൾ തന്നെ ആ ഷെയർ നമ്മൾ വാങ്ങും. ഇപ്പോൾ ഏകദേശം പകുതി വിലക്ക് നമുക്കൊരു സ്റ്റോക്ക് കിട്ടി. അങ്ങനെ 500 rupeesന് അല്ലെങ്കിൽ 600 rupeesന് ആ ഷെയർ വാങ്ങിയാൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് പിന്നീട് എപ്പോഴാണോ ഒരു 1200 rupees ഒക്കെ ആകുന്നത്, അതായത് അതിൻ്റെ ശരിയായ വാല്യുവേഷനിലേക്ക് അത് എത്തി അല്ലെങ്കിൽ അത് മറികടന്നു, ആ പോയിന്റിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ അത് വിൽക്കും. ഇങ്ങനെ റിട്ടേൺ സ്വന്തമാക്കും. ഇതാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. നമ്പർ 2, ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞല്ലോ, വാല്യൂ ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ഏത് രൂപയ്ക്കാണ് വാങ്ങുന്നത്, എത്ര രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റും എന്നീ കാര്യങ്ങളിലാണെന്ന്. എന്നാൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സുകളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, വളർച്ചാ സാധ്യതയിലാണ്. ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കേണ്ടത് ഭാവിയിൽ ആ ബിസിനസ്സിന് സെയിൽസിലും പ്രോഫിറ്റ്സിലും ക്യാഷ് ഫ്ലോയിലും ഒക്കെ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നതാണ്. ഇതിനൊക്കെ ഒരുപാട് സാധ്യതകൾ ഭാവിയിലുണ്ട് എന്ന് തോന്നുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ്. ഉദാഹരണത്തിന്, എ എന്ന കമ്പനിയുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 1000 rupees ആണെന്ന് ഇരിക്കട്ടെ. മാർക്കറ്റിൽ അതിൻ്റെ ഷെയർ പ്രൈസ് 500 to 600 rupees ഉള്ളൂ. നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ. ഒരു വാല്യൂ ഇൻവെസ്റ്റർ അപ്പോൾ തന്നെ അത് വാങ്ങും, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റർ അവിടെയും കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ പരിശോധിക്കും. ആ കമ്പനിയുടെ റവന്യൂ, പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ തുടങ്ങിയവയൊക്കെ ഒരു ആവറേജ് ഗ്രോത്ത് മാത്രമാണ് കാണിക്കുകയുള്ളൂ ഭാവിയിൽ എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഗ്രോത്ത് ഇൻവെസ്റ്റർ ആ ഷെയർ വാങ്ങില്ല. അതേസമയം ബി എന്നൊരു കമ്പനി അപ്പുറത്തുണ്ട്. അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവും 1000 rupees ആണെന്നിരിക്കട്ടെ.
പക്ഷേ ഈ കമ്പനി ഉയർന്ന വളർച്ച കാണിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ഷെയർ പ്രൈസ് 500 to 600 റുപ്പീസിലേക്ക് താഴാൻ വേണ്ടി ഒന്നും ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റർ കാത്തിരിക്കില്ല. അതേസമയം തന്നെ ഒരുപാട് കാശ് കൊടുത്ത് ഓവർ പേ ചെയ്ത് ഒരുപാട് വില കൊടുത്തും അത് വാങ്ങില്ല. ഒരു 750 റുപ്പീസിന് അയാൾ ഇത് സ്വന്തമാക്കും. അതുപോലെ തന്നെ 1500 റുപ്പീസിലേക്ക് പിന്നീട് ഷെയർ പ്രൈസ് കൂടിയാലും ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റർ അത് വിൽക്കണമെന്നില്ല. കാരണം ആ കമ്പനിക്ക് ഭാവിയിൽ ഇതിൽ കൂടുതൽ വളരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വളർച്ച മുഴുവൻ കൈവരിക്കുന്നത് വരെയും ആ സ്റ്റോക്ക് ഗ്രോത്ത് ഇൻവെസ്റ്റർ ഹോൾഡ് ചെയ്തു വെക്കും. സോ ദാറ്റ്സ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്. നമ്പർ 3, മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്. കടലിൽ തിരമാലകളിലൂടെ സർഫ് ചെയ്യുന്ന ആളുകളില്ലേ, അവരെ പോലെയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിലൂടെ റൈഡ് ചെയ്യാനും എപ്പോഴാണോ കാര്യങ്ങൾ താഴെ പോകുന്നത് അതിന് തൊട്ട് മുൻപ് പിൻവലിയാനും ശ്രമിക്കുന്നവരാണ് ഇവർ. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകളുടെ ഇൻട്രിൻസിക് വാല്യൂവിൽ ഫോക്കസ് ചെയ്യുന്നു. ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സ് ഇത് രണ്ടിനെ കുറിച്ചും മൈൻഡ് ചെയ്യില്ല. പകരം ആകെ ശ്രദ്ധ കൊടുക്കുന്നത് സ്റ്റോക്കുകളുടെ ഷെയർ പ്രൈസിലാണ്. ഒരു 52 ആഴ്ച തുടർച്ചയായി വില ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇവരെ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ 52 വീക്സ് വില താഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇവർ തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവർക്ക് ബിസിനസ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻസ് ഒന്നും ആവശ്യമില്ല. പകരം അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നോളജി ഉപയോഗിച്ച് അവർ നോട്ടമിട്ടിരിക്കുന്ന സ്റ്റോക്കുകളുടെ വിലയുടെ ഉയർച്ച താഴ്ചകൾ, മാർക്കറ്റിലെ ഷെയർ പ്രൈസിൻ്റെ ആ ഉയർച്ച താഴ്ചകൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ സ്റ്റോക്കുകളുടെ ഷോർട്ട് ആൻഡ് ലോങ് ടേം പ്രൈസ് പാറ്റേൺസ്, ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, അത് അവർ മനസ്സിലാക്കും. എന്നിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു മൊമെൻറ്റം ഇൻവെസ്റ്റർ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പോ ഏർണിങ്സ് ഗ്രോത്തോ നോക്കൂല. പകരം തുടർച്ചയായി മാർക്കറ്റിൽ സ്ട്രോങ് ആയി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണെങ്കിൽ ഇവരതപ്പോൾ വാങ്ങും. എന്നിട്ട് എപ്പോഴാണോ പ്രൈസ് വീക്കായി തുടങ്ങി എന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ അത് വിറ്റ് ലാഭം ഉണ്ടാക്കും. സോ ദാറ്റ്സ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്. അടുത്ത സ്ട്രാറ്റജിയിലേക്ക് വരാം. റുപ്പി കോസ്റ്റ് ആവറേജിംഗ് അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റിംഗ്. SIPയുടെ ഫുൾ ഫോം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ്. നമുക്കറിയുന്നുണ്ടാവും. മാർക്കറ്റിൽ ഒരു പ്രത്യേക കാലയളവിലായി റെഗുലറായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസാണിത്. പല ഇൻവെസ്റ്റേഴ്സും വിചാരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വാല്യൂ ഇൻവെസ്റ്റിംഗ്, ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്, അതുപോലെ മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്നീ 3 സ്ട്രാറ്റജീസിലും പെടാത്ത ഒന്നാണ് SIP ഇൻവെസ്റ്റിംഗ് എന്നാണ്. പക്ഷേ സത്യം അങ്ങനെയല്ല. ഈ 3ൻ്റെയും കൂടെ ഒരു മിക്സാണ് SIP എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ സിസ്റ്റമാറ്റിക്കായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കാലക്രമേണ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ല വളർച്ച ഉണ്ടാവണം എന്നതാണ്. ഇത് തന്നെയാണ് ഒരു ഗ്രോത്ത് ഇൻവെസ്റ്ററും ചിന്തിക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്ററുടെ തോട്ട് ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എലമെൻറ്റ് വരുന്നത് എന്ന് പറയാം. SIP ഒരു ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയാണല്ലോ. ഇന്ന് നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ വില കൂടിയ ഒരു ബിസിനസ്സാണ് എന്ന ചിന്ത കൂടിയാണ് ഇവിടെയുള്ളത്. അടുത്തത് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എങ്ങനെയാണ് ഇതിൽ മിക്സ് ആകുന്നതെന്ന് നോക്കാം. ഒരു സ്കീമിൽ നമ്മൾ നടത്തുന്ന റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടെയാണോ ചെന്നെത്തുന്നത് ആ ആളുകൾക്ക് അവരുടെ ബിസിനസ് കൂടുതൽ വികസിപ്പിക്കാനും സ്ട്രോങ് ആക്കാനും സാധിക്കും. അതിനർത്ഥം അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്നതുകൂടിയാണ്. അതായത് അവർ സ്ട്രോങ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്. മിക്കവാറും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അനുയോജ്യമായ ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് SIP. മാത്രമല്ല ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒന്നാണ്. അച്ചടക്കത്തോടെ ഫോക്കസ് ചെയ്ത് ദീർഘകാലത്തേക്ക് കൃത്യമായി നിക്ഷേപിക്കുക എന്നത് തന്നെയാണ് ഇതിലെ ട്രിക്ക്. 5ാമത്തെ സ്ട്രാറ്റജി ഇൻഡെക്സിങ്. NSE നിഫ്റ്റി, BSE സെൻസെക്സ് എന്നിങ്ങനെയുള്ള ഇൻഡെക്സുകളുണ്ടല്ലോ. ഇത്തരം ഇൻഡെക്സുകളെ ട്രാക്ക് ചെയ്ത് അവയിൽ ഉൾപ്പെടുന്ന സ്റ്റോക്കുകളിൽ അതേ അനുപാതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. വാരൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും ആനുവൽ ലെറ്റേഴ്സിലുമൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇൻഡെക്സ് ഫണ്ടുകളിൽ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ, അയാൾ ഒരു പക്ഷേ ഇൻവെസ്റ്റിങ്ങിൽ തുടക്കക്കാരനായിരിക്കാം, അത്ര എക്സ്പേർട്ട് ഒന്നും ആവില്ല. എന്നാൽ പോലും അയാൾക്കൊരു പക്ഷേ ഇൻവെസ്റ്റിങ്ങിലെ പ്രൊഫഷണലായ ആളുകളെ വരെ കടത്തിവെട്ടാൻ സാധിച്ചേക്കാമെന്നാണ്. കാരണം ഇൻവെസ്റ്റിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ആണിത്. ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചെലവ് വളരെ കുറവാണ്. മാത്രമല്ല കോമ്പൗണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ
ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടുക. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റോക്കിലേക്ക് മാത്രമായിട്ടല്ല നമ്മുടെ നിക്ഷേപം ഇവിടെ പോകുന്നത്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് റിസ്ക് ഇവിടെ ഇല്ല. മാത്രമല്ല ഇതൊരു പാസീവ്ലി മാനേജ്ഡ് ഫണ്ടാണ്. എന്ന് വെച്ചാൽ ഇൻഡെക്സിന് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഫണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ഇവിടെ ഒരു മാനേജ്മെൻറ്റ് ടീം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഫണ്ട് മാനേജേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്കുകളും ഇതിലില്ല. പിന്നെ ഇൻഡെക്സ് ഇൻവെസ്റ്റിങ്ങിൽ മാർക്കറ്റ് റിട്ടേൺസ് ഗ്യാരൻറ്റീഡ് ആണ്. ഉദാഹരണത്തിന് ഇൻഡെക്സിനായി നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് 15% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് നിഫ്റ്റി കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസും ഏതാണ്ട് അതിനടുത്ത് തന്നെ വരും. അതുകൊണ്ട് ഇൻവെസ്റ്റിങ്ങിൽ ഒരു പ്രൊഫഷണൽ നോളജ് ഉണ്ടാക്കാനുള്ള താല്പര്യമോ അല്ലെങ്കിൽ അതിനുള്ളൊരു അവസ്ഥയോ നിങ്ങൾക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയും അതേസമയം ഇൻവെസ്റ്റിംഗ് നടത്തി റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് യോജിച്ച ഒരു സ്ട്രാറ്റജിയാണ് ഈ ഇൻഡെക്സിങ്. അപ്പോൾ നമ്മൾ 5 ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. തുടക്കത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. ഇപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആണ് നമ്മൾ തുടങ്ങി വെച്ചത് എന്നിരിക്കട്ടെ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ വില ഓരോ തവണയും മാർക്കറ്റിൽ കുറയുമ്പോൾ ഭയങ്കരമായി പേടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിയ ഇൻവെസ്റ്റിംഗ് സ്റ്റൈലല്ല, സ്ട്രാറ്റജി അല്ല എന്ന് മനസ്സിലാക്കുക. സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ട്രാറ്റജി ഒരു ട്രെൻഡായി വരാറുണ്ട്, ഒരു ഫാഷനായി തീരാറുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളും ആ സ്ട്രാറ്റജി സ്വീകരിക്കാതിരിക്കുക. കാരണം ആ ട്രെൻഡ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മളും സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കുറച്ച് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഏറ്റവും യോജിച്ച മികച്ച ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ഏതാണെന്ന് മനസ്സിലാക്കി പിന്നീട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, തുടരുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ പറയാനുള്ളത്, നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ട്രാറ്റജി കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ സ്റ്റക്കായി അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുമല്ല നമ്മൾ പറയുന്നത്, അതിൽ തന്നെ ചുരുങ്ങണം എന്നും ഇതിനർത്ഥമില്ല. നല്ല ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റർ ആയിരിക്കെ തന്നെ വളരെ ചീപ്പായിട്ട് സ്റ്റോക്കുകൾ അവൈലബിൾ ആകുന്ന സമയത്ത് നമുക്ക് അവിടെ വാല്യൂ ഇൻവെസ്റ്റിംഗ് പരീക്ഷിക്കാം. തിരിച്ച് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതേസമയം തന്നെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ കാണുമ്പോൾ അവിടെ ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങും പരീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ സ്ട്രാറ്റജികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണ്, ഏതളവിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക എന്നതാണ് പ്രാധാന്യം എന്ന് ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇൻവെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ടോപ്പിക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മൾ തീർച്ചയായും ആ കമൻറ്റുകൾ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.